സ്വാഗതം. ഒരു രാജ്യത്തിന്റെ സാമൂഹിക ഘടനയെ പ്രതികൂലമായി ബാധിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങളാണ് മയക്കുമരുന്നുകളും മറ്റു ലഹരി വസ്തുക്കളുടെയും ഉപയോഗം. ഇവ ഇന്ന് ഒരു സമൂഹത്തെ തന്നെ കാർന്നു തിന്നുന്ന ഒരു ക്യാൻസറായി വളർന്നു പന്തലിച്ചിരിക്കുന്നു. വിവിധ സൈക്കോ ആക്റ്റീവ് വസ്തുക്കളുടെ പതിവ് ഉപയോഗം മനുഷ്യരെ ചില ലഹരികൾക്ക് അടിമകളാക്കുന്നു. ഇത് വ്യക്തിയിൽ അസാധാരണവും സാമൂഹിക വിരുദ്ധവുമായ പെരുമാറ്റമോ മനോഭാവമോ ഉണ്ടാക്കുന്നു. ലഹരിയുടെ ഉപയോഗം വ്യക്തിയുടെ ആരോഗ്യത്തെ മാത്രമല്ല, അവരുടെ കുടുംബങ്ങളെയും സമൂഹത്തെയും മുഴുവൻ തകർക്കുന്നു. ഒരു നാടിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും ഏറ്റവും പ്രധാനം ആരോഗ്യവാന്മാരായ ഒരു തലമുറയാണ്. ലഹരി വസ്തുക്കളിൽ അടങ്ങിയിരിക്കുന്ന ചില പദാർത്ഥങ്ങളോ സംയുക്തങ്ങളോ ന്യൂറോ സൈക്കാട്രിക് ഡിസോർഡേഴ്സ്, ഹൃദയരോഗങ്ങൾ, അതുപോലെ അപകടങ്ങൾ, ആത്മഹത്യകൾ, സ്വയം ദുരുപയോഗം, ബോഡി ഷെയ്മിംഗ്, അക്രമം എന്നിവയിലേക്ക് നയിച്ചേക്കാം. അതിനാൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും ആസക്തിയും ഒരു സൈക്കോ സോഷ്യൽ മെഡിക്കൽ പ്രശ്നമായി കാണേണ്ടതുണ്ട്. ഇന്ന് പേരുകൾ പോലും പറയാൻ പോലും അറിയാത്ത നൂറുകണക്കിന് സിന്തറ്റിക് മയക്കുമരുന്നുകൾ വിവിധ രൂപത്തിലും ഭാവത്തിലും യുവജനതയുടെ മനസ്സിലേക്കും അതിലൂടെ അവരുടെ ജീവിതത്തിലേക്കും വിഷമഴയായി പെയ്തിറങ്ങുന്നു. പലപ്പോഴും ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ തന്നെയാണ് വിശ്വസിക്കുന്നവരായിരിക്കും ഇവർക്ക് ചതിക്കുഴികൾ ഒരുക്കി കാത്തിരിക്കുന്നത്. കൂട്ടുകാരടുത്തുള്ള ഉല്ലാസവേളകളിൽ വെറുമൊരു കൗതുകത്തിനും നേരം പോക്കിനുമായി ആരംഭിക്കുന്ന ഈ മാരക മയക്കുമരുന്നുകളുടെ ഉപയോഗം അവസാനം മയക്കുമരുന്ന് മാഫിയ സംഘങ്ങളുടെ നീരാളിപ്പിടുത്തത്തിൽ അകപ്പെട്ട് ഉപയോഗത്തിന് പണം കണ്ടെത്തുന്നതിനും മറ്റു ഭീഷണികൾക്കും ബ്ലാക്ക് മെയിലുകൾക്കും വംശവദനായി ജീവിതം അവസാനിപ്പിക്കുന്നതിൽ എത്തിച്ചേരുന്നു. യുവാക്കൾക്കും കുട്ടികൾക്കും ആദ്യമൊക്കെ സൗജന്യമായി ലഭിക്കുന്ന ഈ ലഹരികൾ മിക്കതും ഉപഭോക്താക്കളെ അതിന്റെ അടിമയാക്കി കഴിഞ്ഞതിനു ശേഷം അവരെ കൊണ്ട് മറ്റുള്ളവരെ ഈ ശൃംഖലയിലേക്ക് ആകർഷിപ്പിക്കപ്പെടുകയും ഭീഷണിപ്പെടുത്തുകയും പ്രലോഭിപ്പിച്ചും ലഹരി വസ്തുക്കളുടെ വിൽപ്പനക്കാരും കാരിയർമാരുമാക്കി മാറ്റുകയും ചെയ്യുന്നു. ലഹരി ഉപയോഗവും ആസക്തിയും ഒരു രോഗമാണെന്ന് തിരിച്ചറിവ് ആദ്യം ഉണ്ടാകണം. ലഹരി ഉപയോഗിക്കുന്നവരെ ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, അവരെ അതിൽ നിന്നും തിരികെ ജീവിതത്തിലേക്ക് എത്തിക്കുകയാണ് പ്രധാന ലക്ഷ്യം. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാത്ത നല്ലൊരു തലമുറയെ വാർത്തെടുക്കുവാൻ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ആവശ്യമാണ്. പ്രത്യേകിച്ചും വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ആത്മാർത്ഥമായ സഹകരണം ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ അത്യന്താപേക്ഷിതമാണ്.